ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കും. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ താല്പര്യമില്ല. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ കുറെ കൂടി മര്യാദ കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. തിടുക്കത്തിലായിരുന്നു സർക്കാർ അറസ്റ്റ് നടപടികളൊക്കെ കാണിച്ചത്. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി ഇറങ്ങി. ഇപ്പോൾ പറയുന്നത് അത്തരത്തിലുള്ള അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട്, വേടന് നീതി കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെയാണ്. അതിനെതിരെ വലിയ രൂക്ഷ വിമർശനവും ഉയർന്ന പശ്ചാത്തലവും. റാപ്പർ വേടനോട് ചെയ്തത് തെറ്റായ നടപടിയാണ്. വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഗവൺമെന്റ് അറസ്റ്റ് ഉണ്ടായത്. അത് മന്ത്രി അറിഞ്ഞില്ല. മന്ത്രി ആദ്യം അറസ്റ്റിന് വേണ്ടിയായിരുന്നു, പിന്നെ അറസ്റ്റ് എതിരായിട്ട് അദ്ദേഹം പറയും. അത് 3 തവണ ഇപ്പം തന്റെ പ്രസ്താവന മാറി മാറി പറഞ്ഞു. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? റാപ്പർ വേടനെ പോലെയുള്ള ജനസമ്മതിയുള്ള ഒരാളെ, ഒരു കലാകാരനെ ഈ തരത്തിൽ ഗവൺമെന്റ് അപമാനിക്കാൻ പാടില്ലായിരുന്നു. ചെയ്തത് തെറ്റാണ്. അതിന് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് അദ്ദേഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതി സെൻസസ് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ആവശ്യപ്പെട്ട കാര്യം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി ഇത് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 1.5-2 വർഷമായി നിരന്തരമായി ശ്രീ രാഹുൽ ഗാന്ധി ജാതി സെൻസസ് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ധാരാളം നടപടികൾ സ്വീകരിച്ചതാണ്. കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുന്ന കർണാടകത്തിലും തെലങ്കാനയിലും നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സെൻസസ് നടത്താൻ കഴിയില്ല, സർവേ നടത്താനേ കഴിയും. ആ സർവേ നമ്മൾ നടത്തുകയുണ്ടായി. ജനസംഖ്യയുടെ ഏതാണ്ട് 83% വരുന്ന പിന്നോക്കക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കെല്ലാം സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇത് ആവശ്യപ്പെട്ടത്. ഇപ്പോഴെങ്കിലും വൈകി വന്ന വിവേകമാണ് ഗവൺമെന്റിൻ്റെത്. ഇപ്പോഴെങ്കിലും ഇത് അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇത് അത്രയും പെട്ടെന്ന് നടപ്പാക്കണം, ടൈം ഫ്രെയിം ഉണ്ടാകണം. വനിതാ ബില്ല് പാസ്സാക്കിയ 2030 നടപ്പാക്കുമെന്ന് പറഞ്ഞ പോലെ ആകരുത് എന്നാണ് എനിക്ക് പറയാൻ. രാവിലെ ഞാൻ ആശമാരുടെ സമരത്തിൽ പന്തലിൽ പോയി അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കും.